നമ്മളുള്ളത് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഫ്ലൈറ്റിനുള്ളിൽ ഇപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റിനുള്ളിൽ. ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റാമോജി ഫിലിം സിറ്റിയുടെ പാർട്ട് 3 ആണ് ഈ ഒരു വീഡിയോ. പാർട്ട് 1 പാർട്ട് 2 ചാനലിൽ കിടപ്പുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. ബാഹുബലി കഴിഞ്ഞിട്ട് നേരെ പിന്നെ നമ്മളെ കൊണ്ടുവരിക ചന്ദ്രമുഖി സെറ്റിലേക്കാണ്. അപ്പോഴൊക്കെ ഈ ബസ് ഉണ്ടാവും. ബസ് വേറെ വേറെ ആയിരിക്കും. ഒരു വലിയൊരു ഷെഡ് നിർമ്മിച്ചിട്ട് അതിനകത്താണ് ഈ ഒരു സെറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അവിടെയുള്ള എല്ലാ സെറ്റുകളും കിടക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ഷെഡ് അവർ ആദ്യം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പിന്നെ സിനിമയുടെ രീതിക്കുള്ള കഥയ്ക്കനുസരിച്ചുള്ള സെറ്റ് അവർ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു പാട്ട് സീനിലും ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ആ ഒരു നടരാജയുടെ ആ ഒരു ശില്പം അവിടെ കിടപ്പുണ്ട്. അതൊന്നും അവരവിടെ എടുത്ത് മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ സെറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഏത് സെറ്റിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആ ഒരു മൂവിയിലെ സോങ് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു സ്റ്റെപ്പിലൂടെയാണ് രജനി ആ ഒരു ഡോഗിനെ കൊണ്ട് ഇറങ്ങി വരുന്നത്. അതൊക്കെ ആ ഒരു സീന് വല്ലാത്തൊരു സീനാണത്. കണ്ടു നിന്ന് പോകും. മൂവി കണ്ടവർക്ക് എല്ലാവർക്കും ഓരോ സ്ഥലത്തേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു സീനുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും കേട്ടോ. മുടിയൊക്കെ ആകെ അരപ്പായില്ല. അടുത്തതായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് എവിടേക്കാന്ന് എനിക്ക് മനസ്സിലായില്ല സത്യത്തിൽ. ഇത് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ. ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും പിന്നെ എനിക്ക് മനസ്സിലായത് ലണ്ടൻ സിറ്റി ആണെന്നുള്ളത്. അവിടെ നിന്ന് 1-2 ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് ലണ്ടൻ സിറ്റി ആണെന്ന്. അങ്ങനെ ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ലണ്ടൻ സിറ്റിയിലൂടെയാണ്. ഇവിടെ കണ്ടെങ്കിൽ ഒരുപാട് വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വീടിനകത്തേക്ക് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ എവിടെയും തുറന്നതൊന്നും കണ്ടില്ല. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഇവിടെ വരാന്തയിലൊക്കെ കയറി നിന്ന് ഫോട്ടോ എടുക്കാമെന്നല്ലാതെ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി കഴിയുന്നില്ല. പിന്നെ ഇവിടെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ലണ്ടൻ സിറ്റിയാണ് നമ്മളുടെ റാമോജിയിലെ. ലണ്ടൻ സിറ്റി കാണാത്ത എനിക്ക് ഇതൊരു അതിശയം തന്നെ ആയിരുന്നു. അത്യാവശ്യം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നല്ല രസമായിരുന്നു കാണാൻ. എൻ്റെ കൂടെ വന്നവരൊക്കെ ഇവിടുന്ന് പോയി. ഇവിടേക്ക് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗോ ടു എയർപോർട്ട് കാണാൻ പോകുന്ന. ഇത് എയർപോർട്ടാണ്. എയർപോർട്ടിലേക്കാണ് നമ്മുടെ എയർപോർട്ട് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹൈദരാബാദ്. ഇപ്പോൾ നമ്മളുള്ളത് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. എയർപോർട്ടിനകത്തേക്ക് കയറിയില്ല, കയറുവാണ്. ഇതാ നമ്മൾ ദുബായ് വരെ ഒന്ന് പോകാട്ടോ അവിടുന്ന്. വെൽക്കം ടു രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഹായ്. എയർപോർട്ടിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ ടെർമിനലിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഫ്ലൈറ്റിൽ കയറാത്ത എനിക്ക് ഇത് വലിയൊരു ലക്കായിരുന്നു കേട്ടോ. ഇവിടെ ഫ്ലൈറ്റിനകത്തേക്ക് കയറാൻ വേണ്ടി നമ്മൾ നമസ്കാരമൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ബോർഡിങ്ങും കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറും. ഫ്ലൈറ്റിൽ കയറണ്ട, നമ്മളെ ഫ്ലൈറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ഒരു ഭാഗം കാണാം. അപ്പോൾ ഇതുവഴി കയറി പോവണം. ഇതുവഴി കയറിയാൽ നമ്മൾ നേരെ ഫ്ലൈറ്റിനകത്തേക്ക് എത്തും. ഫ്ലൈറ്റിനകത്തേക്ക് കയറാടാ. ചെക്കിങ് കഴിഞ്ഞു. ജീവിതത്തിൽ ഇന്നലെ ഫ്ലൈറ്റിൽ കയറിയില്ല. ആ പ്രശ്നം ഇവിടെ അവിടെ തീർന്നു. ഫ്ലൈറ്റിൽ കയറി ജീവിതത്തിൽ നേരെ ഫ്ലൈറ്റിൽ കയറാത്ത എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിമാനത്തിൽ കയറണം എന്നുള്ളത്. അതിപ്പോൾ സാധിച്ചിരിക്കുകയാണ്. ഒരു വിമാനയാത്രയാണ് ഇനി. സത്യത്തിൽ ഒരു വിമാനത്തിനുള്ളിൽ ഇതേപോലെ തന്നെയാണ്. അതായിട്ട് കയറിയില്ലേ. ഫ്ലൈറ്റിനുള്ളിൽ ഇപ്പോൾ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റിനുള്ളിൽ. ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് അടിപൊളിയായില്ലേ. എക്സിറ്റ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ അടുത്ത എവിടേക്ക് കൊണ്ടുപോകും അറിയില്ല. ലണ്ടൻ സിറ്റി ഫ്ലൈറ്റൊക്കെ കയറിയുണ്ട്. ഇനി അടുത്ത എവിടേക്ക് അറിയില്ല. ബസ്സിൽ കയറി വെക്കാം. ഇനി നേരെ ബസ്സിൽ കയറും. അത് ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഫ്ലൈറ്റ് കയറി പോകുന്നതിന് എയർപോർട്ടിലത്തെ ആൾക്കാരൊക്കെ കഴിഞ്ഞു. എയർപോർട്ടിലത്തെ ആൾക്കാരൊക്കെ പോയി. എയർപോർട്ടിൽ പാളില്ലാതെ അവിടെ ബസ് നിൽക്കുന്നുണ്ട്. ബസ്സിൽ കയറാം നമുക്ക്. നമസ്കാരം. അപ്പോൾ ദിക എയർപോർട്ട്. Have you seen the airport?
Airport building का 4 elevations है. Yes, front side में airport, back side में hospital. Third side is a church और other side is a library. So मुन्ना भाई MBBS movie, you can see the hospital. आप लोग देख सकते हैं. तेलुगु मूवी शंकर दादा जिंदाबाद, साक्षी, अखंडा मूवी you can see hospital दिखाया गया है. लेफ्ट हैंड साइड देखेंगे, दिस इज द लैब गार्डन. स्मॉल बॉडी बिग लेग यू कैन सी. दिस इज यूज एज अ गोल्फ ऑल्सो. इसको गोल्फ की तरह भी यूज करते हैं मूवीज में. दैट इज कॉल्ड अ जापानीज गार्डन. ये जापानीज गार्डन है. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ജാപ്പനീസ് ഗാർഡനിലേക്കാണ്. ജാപ്പനീസ് ഗാർഡനിലേക്ക് പോകുന്നതിന് മുന്നേ പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് കൊണ്ടുവന്ന് വിട്ടത്. നല്ല രസകരമായിട്ടുള്ള വർക്കും കാര്യമൊക്കെയാണ്. ഈ സ്ഥലം ഏതെങ്കിലും മൂവിയിൽ പാട്ട് സീനിലോ അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂവി നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം കേട്ടോ. ഈ സ്ഥലം ആർക്കൊക്കെ മനസ്സിലായി എന്ന് നോക്കാമല്ലോ. അപ്പോൾ അറിയുന്നവരെന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. നല്ല മനോഹരമായുള്ള സ്ഥലമാണ്. നൃത്തം അറിയുന്നവർക്കൊക്കെ നൃത്തം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചെറിയൊരു സ്റ്റേജും കാര്യമൊക്കെ ഉണ്ട്. അതും എല്ലാവരും ഇരിക്കുവാണ്. നൃത്തമൊന്നും അവിടെ നടക്കുന്നില്ല. ഇനി ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ റാമൂജിയാണ് ഈ കാണുന്നത് ഫുള്ളായിട്ട്. ഇത് ഫുള്ളായിട്ട് കാണുന്നതൊക്കെ റാമൂജിയാണ്. എത്രയോ ഹെക്ടർ കണക്കിനാണ് ഈ ഒരു റാമൂജി സ്ഥിതി ചെയ്യുന്നത്. റാമോജിയിൽ ഇഷ്ടംപോലെ ഗാർഡൻസ് ഉണ്ടെങ്കിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഗാർഡന് ഈ ജാപ്പനീസ് ഗാർഡൻ ആണെന്നാണ് അവർ പറഞ്ഞത്. ഒരു ജാപ്പനീസ് ലുക്കില്ല, ഇതൊക്കെ കാണാം. ഇതൊക്കെ നമ്മൾ പോയപ്പോൾ കണ്ടതാണ്. എന്നാലും ജാപ്പനീസ് ലുക്കാണ് ഈ മതിലിനൊക്കെ. ഇതുണ്ടോ വാട്ടർഫാൾസ് സെറ്റ് ചെയ്തിരിക്കണവർ. ഇത് കല്ല് വെച്ചാണ്. നമ്മളെ പുഴകളിലൊക്കെ കാണുന്ന കല്ലുണ്ടല്ലോ, കല്ല്, ഇത് കുറച്ചാണ്. അങ്ങനെ ഒഴുകി പോകും. എല്ലാവരും അവിടേക്ക് എത്തി. ഞാനവിടെ പോയവിടെ. പുഴയ്ക്ക് മേലെ കൂടെ ചെറിയൊരു പാലം, നല്ല ഭംഗിയായിട്ടാണ്. ഇതാണ്ട അസല് ജാപ്പനീസിൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നാണ്. ഗാർഡനിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ബസ് വരണം. ബസ് വന്നിട്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. അടുത്ത ഏരിയ എന്താണെന്ന് അറിയില്ല. ബസ്സിൽ കയറി നമ്മൾ അടുത്തായിട്ട് ഇറക്കി വിട്ടത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ പൂമ്പാറ്റകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ബട്ടർഫ്ലൈ മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് കയറാൻ വേണ്ടി പോവുക. ഈ ഗാർഡൻ കുഴപ്പമില്ല കേട്ടോ, നല്ല രസമുള്ള ഗാർഡനാണ്. ഇവിടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മ്യൂസിയത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ളൂ, അല്ലാതെ ഇതിനകത്ത് ബട്ടർഫ്ലൈകളൊന്നുമില്ല. മുട്ടയുടെ വലിപ്പം, മുട്ട എങ്ങനെ ഇടും, പരാഗണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതശൈലി, അങ്ങനെയുള്ള പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. റാമോജിയിൽ ഏതൊക്കെ ഐറ്റം ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയമാവും എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു കൂടിനകത്തേക്ക് പോയി. ഇവിടെയാണെങ്കിൽ പൂമ്പാറ്റകളെ കൂടിനകത്തിട്ട് വളർത്തുവാണ്. അതായത് ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് ഒരു വലിയൊരു കൂടാണ്. ആ ഒരു കൂടിനകത്ത് പൂമ്പാറ്റകളെ ഇട്ടിട്ട് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. ഇതിനകത്ത് അധികം ഞാൻ കണ്ടത് നമ്മുടെ നാടൻ പൂമ്പാറ്റ തന്നെയാണ്. സാധാരണ നമ്മളുടെ പറമ്പുകളിലൊക്കെ കാണുന്ന ആ കറുപ്പും വെള്ളയും പൂമ്പാറ്റകളാണ്. പിന്നെ ഇവിടെ ഒരു കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തും തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള എന്താ വെച്ചാൽ പൂമ്പാറ്റ വെള്ളച്ചാട്ടം, അതായത് ബട്ടർഫ്ലൈ വാട്ടർഫാൾസ്. ഇതാണ് ബട്ടർഫ്ലൈ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇത് ഇവർ ക്രിയേറ്റ് ചെയ്ത നല്ലൊരു ക്രിയേറ്റിവിറ്റി തന്നെയാണ് കേട്ടോ. അടിപൊളി സംഭവമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. ഒരു പൂമ്പാറ്റ തന്നെയാണത്. ഒരു പൂമ്പാറ്റയെ അവർ നിർമ്മിച്ചതാണ്. ആ വെള്ളം അങ്ങനെ ഒഴുകി പോയിട്ട് ഇവിടെ സെൻട്രലായിട്ട് വെറുതെ നിന്ന് സ്പ്രേ അടിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി അടുത്തതായിട്ട് ഇനി നമ്മൾ പോകാൻ പോകുന്ന പക്ഷി സങ്കേതത്തിലേക്കാണ്. ഇനി പക്ഷികളാണ്, ധാരാളം പക്ഷികളെ കാണാൻ വേണ്ടി കഴിയും. ഫസ്റ്റ് കയറുന്നതിൽ തന്നെ നമുക്ക് താറാവുകളാണ്. താറാവ്, അരയന്നം, ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരുപാട് എണ്ണം ഉണ്ട്. പല ഐറ്റം ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് തന്നെയാണ് ഇവരുടെ കൂട്. ഇവർക്ക് മറ്റൊരു കൂടൊന്നുമില്ല. ഇതിനകത്ത് തന്നെ ഇതിലിങ്ങനെ അവർക്ക് പൂളും കാര്യമൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൂളിലൊക്കെ ഇങ്ങനെ നീന്തി കുളിച്ച് അവർ വളരെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വാട്ടർഫാൾസ് സെറ്റ് ചെയ്തതുകൊണ്ട് നല്ല മനോഹരം, നല്ലൊരു വാട്ടർഫാൾസാണ്. നല്ല ഹൈറ്റിൽ നിന്നാണ് ചാടുന്നത്. അതിൻ്റെ മേലെ 2 ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളച്ചാട്ടത്തിന് നമുക്കൊരു ഒറിജിനാലിറ്റി ഫീല് തരാൻ വേണ്ടി കഴിയുന്നുണ്ട്. അവിടെ കുറച്ച് നേരം ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ നമ്മൾ നിന്ന് പോകും, കാരണം നല്ല രസമായിരുന്നു. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നൊരു ഇനമാണിത്. ഇവർ മയിലിനെ പോലെയാണ് സംഭവം. തലയിൽ നല്ല തൊപ്പിയായിട്ട് രോമങ്ങളൊക്കെ വളർന്നിട്ടുള്ള ഒരു ഐറ്റംസ്. അതുപോലെ തന്നെ ഉള്ളൊരു മറ്റൊരു ഐറ്റമാണത്. ഇവരെ കൂട്ടിലിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ താറാവല്ല, അത് പ്രാവിൻ്റെ ഇനത്തിലൊക്കെ പെടുന്ന ഒരു ഐറ്റംസാണ്.
അവസാനം നമ്മൾ വന്നപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. അതുകൊണ്ട് ഇത് ഫുള്ള് കിളികളാണ്. കിളിയുടെ കൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് കിളിയുടെ കൂട്ടിൽ. കൂടിൻ്റെ പുറത്തേക്ക് വന്നാൽ നല്ല അടാറ് 3 ഒട്ടക പക്ഷികളെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടോ. ഒട്ടക പക്ഷികളെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിറ്റിൽ ഒരു പർച്ചേസിങ് കൗണ്ടറും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പക്ഷേ എങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഞാൻ എത്തിയിരുന്നത് ബുദ്ധൻ്റെ ആശ്രമത്തിലേക്കായിരുന്നു. അതിനകത്തേക്ക് പോകുമ്പോൾ തികച്ചും നമ്മളൊരു ഗുഹേനകത്തേക്ക് പോകുന്ന അതേ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നതാണ്. ഇതൊക്കെ അവർ ചെയ്തു വെച്ചതാണ്. ഒരുപാട് കൊത്തുപണികൾ അവർ എടുത്തിട്ടുണ്ട്. കൊത്തുപണി എന്ന് പറഞ്ഞാൽ ഇത് പാറയിൽ കൊത്തിയതൊന്നല്ല, അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്, പാറയൊന്നുമല്ല അത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ശില്പികൾ നിന്ന് പണിയെടുക്കുന്നുണ്ട്. ഒരാൾ നന്നായിട്ട് മേടുന്നുണ്ട്. ടിങ് 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 എന്ന് പറഞ്ഞ ശബ്ദം കാര്യമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് നല്ല വർക്കിലാണ്. എന്താണ് അവ ഉണ്ടാക്കുന്നത്. അതിനകത്തേക്ക് കുറച്ചുകൂടി കയറിക്കഴിഞ്ഞാൽ ബുദ്ധ ആശ്രമത്തിൻ്റെ നല്ലൊരു ഫീല് നമുക്ക് തരാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണത്. എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? നല്ല രസമായിരുന്നു അത് കാണാൻ. അവിടെ അവരൊന്നും ശല്യം ചെയ്യാതെ അടുത്തൊരു വഴിയുണ്ട്. ആ ഒരു വഴിയിലൂടെ ഞാൻ പോവുകയാണ്. ഇതിന് ഹൈറ്റൊക്കെ വളരെ കുറവാട്ടോ. പിന്നെ ഈ ലൈറ്റും അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് സൗണ്ട് എഫക്റ്റ് ഇവർ തരുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു വല്ലാത്തൊരു ഫീൽ ഇതിനകത്ത് കൂടെ നടക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇവിടെ ഒരു പാമ്പിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ. പാമ്പ് എന്തിനോ ചുറ്റിപ്പിടിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ഇറങ്ങുകയാണ്. ഇതിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം. ഇനി നമുക്ക് കുറച്ച് പ്ലാന്റുകളുണ്ടല്ലോ, പലയിനം മരങ്ങൾ, വൃക്ഷങ്ങൾ, വലിയ വലിയ വൃക്ഷങ്ങൾ ഇവിടെയുണ്ട്. ഇതിനകത്ത് കൂടെ കുറച്ച് ദൂരം അങ്ങനെ ചുറ്റി പോരാനുണ്ട്. ഇവിടെ നിന്ന് ഇനി ബസ് കയറിയിട്ട് അടുത്തൊരു സ്ഥലത്തേക്ക് പോയാലോ? ബസ് ഇറങ്ങിയപ്പോൾ വലിയ വലിയ ബിൽഡിങ്ങും കാര്യമൊക്കെ എവിടെ എത്തിയതെന്ന് മനസ്സിലാണുള്ള. അത് അങ്ങോട്ട് ചെന്ന് നോക്കാമെന്ന് കരുതി. അപ്പോഴാണ് റാമോജി മൂവി മാജിക്കിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി മൂവി മാജിക്കാണ്. മൂവി മാജിക്ക് എങ്ങനെയാവുമെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് പഴയൊരു വീഡിയോ കണ്ടൊരു ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ ഈ ഒരു മൂവി മാജിക്കൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഫ്രണ്ടിൽ കാണുന്ന സ്ക്രീനിൽ റാമുജി റാവു ഇതിൻ്റെ ചെയർമാൻ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മൂവി മാജിക്ക് കാണാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുവാണ്. ഇനി കുറച്ച് നേരത്തിന് ഞാൻ സംസാരിക്കുന്നില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് കണ്ട് മനസ്സിലായിക്കോളെ. वो लोग कौन है, क्या करते हैं, कौन करवाते हैं, ऐसे सारे बातें जानने के लिए तो हम चलते हैं पर्दे के पीछे. Watch this. अबे चुप, कौन उल्लू का पट्टा पीछे देखना चाहता है? കാണികളിൽ നിന്ന് തന്നെ ഒരു 3 പേരെ അവർ സെലക്ട് ചെയ്തു. ആ 3 പേരെ ആ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്ന് ബൈക്കിൻ്റെ മേലെ ഇരുത്തിയേക്കുവാണ്. ഇനി എങ്ങനെയാണ് മൂവി മാജിക് സംഭവിക്കുന്നത് നമുക്കറിയുന്നില്ല. ഇവരുടെ ഈ ഒരു സ്ക്രീനിൽ, മേലെ കാണുന്ന വെള്ള സ്ക്രീനിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും. എന്നാൽ കണ്ടു നോക്കിയാലോ, അടിപൊളിയാവും. Position, camera rolling, action, start. लेफ्ट राइट स्विंग करके गाड़ी को रेस करते रहिए. वाओ, आ गए हैं हमारे स्टार्स पर्दे के ऊपर. We are on the screen. Yes, raise the bike. Look back, पीछे देखिए, अभी कैमरा को देखिए और गाड़ी को रेस करते रहिए. Look back again, और एक बार देखिए पीछे. कैमरा को देखते ही गाड़ी को रेस करिए. एक्सीलेंट, सुपर. गाड़ी तो बहुत अच्छा चला रहे, पर थोड़ा सा एक्सप्रेशन को भी चेंज करिए. पीछे पुलिस है और मेहमान लोग मेरे पीछे जो आ रहे हैं, टेंशन दिखना है चेहरे के ऊपर. You people are enjoying that bike ride. मजा ले रहे हो. ധൂം സിനിമയിലെ ഒരു സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ മേലെ കാണുന്നുണ്ടോ, അവിടെ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സിനിമയിൽ നമ്മളെ പല ഇടങ്ങളിലും പറ്റിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. അവിടെ നിന്ന് എണീറ്റ് എല്ലാവരും അടുത്തൊരു റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡോർ തുറന്നിട്ടുണ്ട്. അടുത്ത റൂമിലേക്ക് എത്തിയിട്ട് നമ്മളെല്ലാവരും അവിടെ ഇരിക്കുക. ഇതുപോലെ തന്നെ സ്ക്രീന് മുന്നിലുണ്ട്. അവിടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എങ്ങനെയാണ് നോക്കാം. Yes, wait. गाड़ी शब्द हवा का आवाज है. Now this one, ये बोलिए.
थंडर, बिजली का आवाज। ഈ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് എങ്ങനെയാണ് സിനിമയിലേക്ക് സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. എത്തിയപ്പോഴാണ് എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ടെൻഷനായിരിക്കും. വേറെ സംഭവം ഉണ്ടായി. നമ്മൾ അതിനുള്ളിൽ സിനിമ കണ്ടപ്പോൾ മൊബൈൽ മറന്നു. മൊബൈൽ ഫസ്റ്റ് മറന്നിരിക്കണേ, ഫസ്റ്റ് സ്ക്രീനിൽ. അപ്പോൾ ഇപ്പോൾ ഈ ചേച്ചിൻ്റെ കയ്യിലാണ്. ഞാൻ കിട്ടണമെങ്കിൽ അഡ്രസ്സും കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ഏതായാലും മൊബൈൽ കിട്ടി, അതാണ് വലിയ കിട്ടുന്നത്. ഫസ്റ്റ് ഇവിടുന്ന് കിട്ടിയിട്ടാ നമ്മളുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പറും കാര്യം കൊടുത്തപ്പോൾ മൊബൈൽ തന്നു. ലൈറ്റ്, ക്യാമറ, ആക്ഷൻ. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ലൈറ്റ് കൊണ്ടുള്ള പല ഐറ്റംസും ആയിരിക്കും. ഇവിടെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഒന്ന് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, ഇവിടെ ആകെ ഇരുട്ടാണെന്ന് കരുതണ്ട. ഇങ്ങനെ ലൈറ്റ് കൊണ്ടുള്ള പല രീതിയിലുള്ള ഐറ്റംസുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അധികം നേരമൊന്നും ഇവിടെ ഇരുന്നിട്ടില്ല, പക്ഷേ അതിൽ ഇരുന്ന ടൈം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. ഇവിടെ എന്താ വെച്ചാൽ ഒറിജിനലി ഫൈറ്റും കാര്യമൊക്കെ, നിഞ്ച ഫൈറ്റും കാര്യമൊക്കെ. ഇത് കുറച്ച് നേരം ഈ ഒരു ഷോ തന്നെ നിലനിൽക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. റാമോജി ഫിലിം സിറ്റിയിലെ അവസാന പ്ലേസാണത്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് തന്നെ ബസ് വരുന്നു, കൊണ്ടാക്കുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ കാണുന്നത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.